എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ബേസിക് ഫിനാൻസ് ഫോർ ഡെയിലി ലൈഫുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് MCQ ക്വസ്റ്റ്യൻസ് ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യനോട് നമുക്ക് പോവാം. വാട്ട് റിലേഷൻഷിപ്പ് ടിപ്പിക്കലി എക്സിസ്റ്റ് ബിറ്റ്വീൻ റിസ്ക് ആൻഡ് റിട്ടേൺ ഇൻ ഇൻവെസ്റ്റ്മെന്റ്? അതായത് റിസ്ക്കും റിട്ടേണും തമ്മിൽ എന്ത് റിലേഷൻഷിപ്പാണ് ഇൻവെസ്റ്റ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാകുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ദ ഹയർ റിസ്ക് യൂഷ്വലി കറസ്പോണ്ട് ടു ലോവർ പൊട്ടൻഷ്യൽ റിട്ടേൺ. റിസ്ക് കൂടുമ്പോൾ റിട്ടേൺ കുറയുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നു. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നു ദ ലോവർ റിസ്ക് യൂഷ്വലി കറസ്പോണ്ട് ടു ഹയർ പൊട്ടൻഷ്യൽ റിട്ടേൺ. റിസ്ക് കുറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പൊട്ടൻഷ്യൽ റിട്ടേൺ കിട്ടാനുള്ള റിട്ടേണിന്റെ സാധ്യത കൂട്ടുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു റിസ്ക് ആൻഡ് റിട്ടേൺ ആർ അൺറിലേറ്റഡ്. റിസ്ക്കും റിട്ടേണും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. റിസ്ക് കൂടിയാലും കുറഞ്ഞാലും അത് റിട്ടേണെ അഫക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് മൂന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നു. നാലാമത്തെ ഓപ്ഷൻ ഡി പറയുന്നു ഹയർ റിസ്ക് യൂഷ്വലി റിസൾട്ട് ഇൻ ഹയർ റിട്ടേൺ. റിസ്ക് കൂടുന്തോറും സാധാരണ രീതിയിൽ റിട്ടേൺ കൂടാനുള്ള സാധ്യത കൂടുന്നു എന്നുള്ളതാണ് നാലാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. സോ എന്താണ് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. ദെൻ ദ റൈറ്റ് ആൻസർ ഈസ് ഹയർ ദ റിസ്ക് യൂഷ്വലി റിസൾട്ട് ഇൻ ഹയർ റിട്ടേൺ. റിസ്ക് കൂടുതൽ എടുത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ റിസ്ക് കൂടുന്തോറും റിട്ടേൺ കൂടുന്നു. ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പാണ്. റിസ്ക് കൂടുന്തോറും റിട്ടേൺ കൂടുന്നു, റിസ്ക് കുറയും തോറും റിട്ടേൺ കുറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ദ റൈറ്റ് ആൻസർ ഈസ് ദ ഹയർ റിസ്ക് യൂഷ്വലി റിസൾട്ട് ഇൻ ഹയർ റിട്ടേൺ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ കൂടുതൽ റിസ്ക് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ കൂടുതൽ റിട്ടേൺ കിട്ടാനുള്ള സാധ്യത ഉണ്ട്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിലോട്ട് പോവാം. വാട്ട് ഡസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് റെഫേഴ്സ് ടു ഇൻ ദ ഫിനാൻസ്? ഫിനാൻസിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ്? ഓപ്ഷൻ എ, ഇൻവെസ്റ്റിംഗ് വിത്തൗട്ട് എ പ്ലാൻ ഓർ സ്ട്രാറ്റജി. യാതൊരു പ്ലാനും യാതൊരു സ്ട്രാറ്റജിയും കൂടാതെ ഇൻവെസ്റ്റ് ചെയ്യുക, അതാണ് ഓപ്ഷൻ എ എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച്. ദെൻ ഓപ്ഷൻ ബി, മേക്കിംഗ് ലംസം സം ഇൻവെസ്റ്റ്മെന്റ് അറ്റ് ഇറഗുലർ ഇന്റർവെല്. ഇറഗുലർ ആയിട്ടുള്ള ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക? ലംസം ഇൻവെസ്റ്റ്മെന്റ് നടത്തുക. അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി, ഇൻവെസ്റ്റിംഗ് എ ഫിക്സഡ് എമൗണ്ട് റെഗുലർലി ഓവർ ടൈം. നമ്മളൊരു ഫിക്സഡ് എമൗണ്ട് ദെൻ റെഗുലർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 5,000 10,000 അല്ലെങ്കിൽ ഈവൻ 500 പോലും ഒരു ഫിക്സഡ് എമൗണ്ട് റെഗുലർ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക, എല്ലാ മാസവും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജി, അതിനെയാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഓപ്ഷൻ സിയിൽ പറയുന്നത്. ഓപ്ഷൻ ഡിയിൽ പറയുന്നു ഇൻവെസ്റ്റിംഗ് ഓൺലി ഇൻ ഹൈ റിസ്ക് അസറ്റ്. റിസ്ക് കൂടിയ അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതിനെയാണ് നമ്മൾ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് വിളിക്കുന്നത്. എന്തായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? സോ വാട്ട് ഈസ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് നമ്മളോട് ചോദ്യം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. ഓപ്ഷൻ സിയിൽ എന്താ പറഞ്ഞത്? ദ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റിംഗ് എ ഫിക്സഡ് എമൗണ്ട് റെഗുലർലി ഓവർ ടൈം. ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ മാസവും അല്ല റെഗുലർ ഇന്റർവെല്ലിൽ നമ്മൾ എന്ത് ചെയ്യുക? അടച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ അടച്ചുകൊണ്ടിരുന്നാൽ അതിനെ വിളിച്ച പേരാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when considering an investment, which factor is crucial for investors with a short term investment horizon? ഒരു ഇൻവെസ്റ്ററുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിയാൽ ദെൻ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റിന്റെ പീരീഡിൽ അല്ലെ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യുമ്പോൾ ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഫാക്ടർ താഴെ പറയുന്നതിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ലിക്വിഡിറ്റി ആണോ? ഓപ്ഷൻ ബി, വോളറ്റിലിറ്റി ആണോ? ഓപ്ഷൻ സി, ലോങ് ടൈം ഗ്രോത്ത് പൊട്ടൻഷ്യൽ ആണോ? ഓപ്ഷൻ ഡി, ടാക്സ് ഇംപ്ലിക്കേഷൻസ് ആണോ? 4 ഓപ്ഷനിൽ ഏതാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസോട് കൂടി ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദ റൈറ്റ് ആൻസർ ഈസ് ലിക്വിഡിറ്റി ആണ്. ഓപ്ഷൻ എ, ലിക്വിഡിറ്റി. അപ്പം നമ്മൾ ഷോർട്ട് ടൈമിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ, ഷോർട്ട് ടൈം പറഞ്ഞാൽ വിത്തിൻ 1 ഇയറിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളായിരിക്കും. അങ്ങനെ ഷോർട്ട് ടൈമിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഹൊറിസോൺ ആണ് നമ്മൾ നോക്കുന്നതെങ്കിൽ നമ്മൾ നോക്കേണ്ട ലിക്വിഡിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ഈസി ആയിട്ട് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് ഈസി ആയിട്ട് റിട്ടേൺ നമുക്ക് അവൈലബിൾ ആക്കാൻ സാധിക്കുമോ എന്നുള്ള ആ ലിക്വിഡിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ക്രൂഷ്യൽ ഫാക്ടറായിട്ട് നോക്കേണ്ടത്. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. Then next question, what role does diversification play in investment strategy? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ ഡൈവേഴ്സിഫിക്കേഷന്റെ
റോൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ് കോൺസെൻട്രേറ്റ് റിസ്ക് ഇൻ വൺ അസറ്റ് ക്ലാസ്. ഒരു അസറ്റിൽ നമ്മൾ എന്താണ് കോൺസെൻട്രേറ്റ് ചെയ്യുക, അതിൻ്റെ റിസ്കിൽ മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നത്. ഓപ്ഷൻ ബി പറയുന്നു ഇറ്റ് റിഡ്യൂസ് ദ റിസ്ക് ബൈ സ്പ്രെഡിങ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ദ ഡിഫറെൻറ്റ് അസറ്റ്സ്. രണ്ടാമത്തെ ഓപ്ഷനിൽ പറയുന്നതാണ് റെഡ്യൂസ് ദ റിസ്ക് കുറയ്ക്കുക. എങ്ങനെയാണ്? ബൈ സ്പ്രെഡിങ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് സ്പ്രെഡ് ചെയ്തിട്ട് പല അസറ്റുകളിലായിട്ട് നിക്ഷേപിക്കുക. നമ്മുടെ 10 ലക്ഷം രൂപയെ അല്ലെങ്കിൽ നമ്മുടെ 20 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ആ 20 ലക്ഷം രൂപയെ നമ്മൾ 3 or 4 എന്നാണ് എമൗണ്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ദെൻ പല അസറ്റുകളിലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ റിസ്ക് നമ്മൾ റെഡ്യൂസ് ചെയ്യുക. ഒന്നാമത്തെ ഓപ്ഷനിൽ പറയുന്നു ഫുൾ എമൗണ്ടും ഒരു അസറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസ്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓപ്ഷൻ സി പറയുന്നു ഇറ്റ് ഗ്യാരണ്ടി ഹൈ റിട്ടേൺ ഇൻ ഓൾ മാർക്കറ്റ് കണ്ടീഷൻ. എല്ലാ മാർക്കറ്റ് കണ്ടീഷനിലും ഹൈ റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുക. അതാണ് നമ്മുടെ ഡൈവേഴ്സിഫിക്കേഷൻ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിയിൽ അഡോപ്റ്റ് ചെയ്താൽ. ദെൻ അടുത്ത പറയുന്നതാണ് ഓപ്ഷൻ ഡി പറയുന്നു ഇറ്റ് എലിമിനേറ്റ് ദ നീഡ് ഫോർ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് തൊട്ട് മുന്നേ നമ്മുടെ ക്വസ്റ്റിനിൽ കണ്ട ഒരു ഫിക്സഡ് എമൗണ്ട് എല്ലാ റെഗുലർ ഇന്റർവെല്ലിലും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജി അത് ഒഴിവാക്കുക. അങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുന്നിൽ ഉള്ളത്. ക്വസ്റ്റ്യൻ ഒരിക്കൽ കൂടി, വാട്ട് റോൾ ഡസ് ഡൈവേഴ്സിഫിക്കേഷൻ പ്ലേ ഇൻ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി? നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി എടുക്കുമ്പോൾ അതിനകത്ത് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന സ്ട്രാറ്റജി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ ഓപ്ഷനിൽ എന്ത് റോളാണ് വഹിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് ഒരു അസറ്റിൽ നമ്മൾ നിക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഒരു സെക്ടറിൽ മാത്രം ഒരു ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ മാത്രം നമ്മൾ ചൂസ് ചെയ്യുന്നതിന് പകരം ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ നമ്മൾ സ്പ്രെഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് റിസ്കിനെ മിനിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അല്ലെ റിസ്കിനെ ചാനലൈസ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ഡൈവേഴ്സിഫിക്കേഷൻ അത് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിന്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓപ്ഷൻ ബി, ഇറ്റ് റെഡ്യൂസസ് ദ റിസ്ക് ബൈ സ്പ്രെഡിങ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഡിഫറെന്റ് അസറ്റ്സ്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾ ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ അതുവഴി നമുക്ക് എന്ത് ചെയ്യും? ഇറ്റ് ഹെൽപ്പ് ടു റെഡ്യൂസ് ദ റിസ്ക് ബൈ സ്പ്രെഡിങ് ഇൻവെസ്റ്റ്മെന്റ് അക്രോസ് ഡിഫറെന്റ് അസറ്റ്. പല അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ, സ്പ്രെഡ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിസ്ക് കുറയ്ക്കാനുള്ള സാധ്യത കൂടുതലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഹൗ ഡസ് അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് ടോളറൻസ് ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? റിസ്ക് ടോളറൻസ് എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇറ്റ് എൻകറേജ് ദ ഹൈ റിസ്ക് ഇൻവെസ്റ്റ്മെന്റ് ഒൺലി. ദെൻ ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ഇറ്റ് ഹെൽപ്പ് അലൈൻ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ദ ഇൻവെസ്റ്റേഴ്സ് കംഫർട്ട് ലെവൽ. നമുക്ക് റിസ്ക് ടോളറൻസ് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ആണ് എങ്കിൽ അതെന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ദെൻ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ അല്ലെങ്കിൽ ഇൻവെസ്റ്ററുടെ കംഫർട്ട് ലെവലിനനുസരിച്ചുള്ള റിസ്കിനെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓപ്ഷൻ സി പറയുന്നു ഇറ്റ് റെസ്ട്രിക്ട് ദ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് അവൈലബിൾ. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻ അവൈലബിൾ ആകുന്നതിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് അടുത്ത ഓപ്ഷനിൽ പറയുന്നു. നെക്സ്റ്റ് വൺ പറയുന്നു ഇറ്റ് ഗ്യാരണ്ടി എ ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ. നമുക്ക് ഫിക്സഡ് റേറ്റ് ഓഫ് റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു പറയുന്നു. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? ഹൗ ഡസ് അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് ടോളറൻസ് ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ എങ്ങനെയാണ് നമ്മുടെ റിസ്ക് ടോളറൻസ് കപ്പാസിറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പം റിസ്ക് നമുക്കറിയാം, റിസ്കിന് ഹൈ ലെവൽ റിസ്ക് അല്ലെങ്കിൽ മാക്സിമം റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റർ ഉണ്ട്, മീഡിയം ലെവൽ റിസ്ക് ഏറ്റെടുക്കുന്ന ഇൻവെസ്റ്റർ ഉണ്ട്, ലോ റിസ്ക് ഏറ്റെടുക്കുന്ന ഇൻവെസ്റ്റർ ഉണ്ട്. സോ ഈ റിസ്ക് വേരി ചെയ്യുന്നതിനനുസരിച്ച് റിട്ടേണിലും വേരിയേഷൻസ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, എന്താണ് നമ്മുടെ ആൻസർ നോക്കാം. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഇറ്റ് ഹെൽപ്സ് അലൈൻ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ദ ഇൻവെസ്റ്റേഴ്സ് കംഫർട്ട് ലെവൽ.
ഇപ്പോൾ റിസ്ക് ടോളറൻസ് കപ്പാസിറ്റി ആൾക്കാരിൽ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ, അല്ല ഇൻവെസ്റ്ററിൽ വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? റിസ്ക് ടോളറൻസ് ഇറ്റ് ഹെൽപ്പ് അലൈൻ ഇൻവെസ്റ്റ്മെന്റ് വിത്ത് ദ ഇൻവെസ്റ്റേഴ്സ് കംഫർട്ട് ലെവൽ. നമ്മുടെ ഇൻവെസ്റ്ററിന്റെ അല്ലെങ്കിൽ നമ്മുടെ കംഫർട്ട് ലെവൽ അനുസരിച്ച് നമുക്ക് ഇൻവെസ്റ്റ്മെന്റിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അലൈൻ ചെയ്യാൻ സാധിക്കും. ഞാൻ ഹൈ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറുള്ള ഒരാളാണ് എങ്കിൽ, ഹൈ റിസ്ക് ടോളറൻസ് ഉള്ള ഒരാളാണ് എങ്കിൽ എനിക്ക് എൻ്റെ കംഫർട്ട് ലെവൽ അനുസരിച്ച് ഹൈ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ എനിക്ക് മോഡറേറ്റ് റിസ്ക് എനിക്ക് അഫോർഡബിൾ ആയിട്ടുള്ളെങ്കിൽ, എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് ആ ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് മാത്രം ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. എനിക്ക് റിസ്ക് ഏറ്റെടുക്കാനേ സാധിക്കുന്നില്ല എങ്കിൽ ദെൻ എൻ്റെ ഏജ് അനുസരിച്ച്, എൻ്റെ ഇൻകം അനുസരിച്ച്, ദെൻ എൻ്റെ ബാക്കിയുള്ള ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് അനുസരിച്ച് എനിക്ക് റിസ്ക് ഏറ്റെടുക്കാനേ പറ്റില്ല ഇൻവെസ്റ്റ്മെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂ. അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ കംഫർട്ട് സോണിൽ നിൽക്കുന്ന ടൈപ്പ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റിസ്ക് എടുക്കാൻ എനിക്ക് മടിയാണ് എങ്കിൽ, റിട്ടേൺ കുറവാണ് എങ്കിലും എനിക്ക് എന്താണ് വേണമെങ്കിൽ FD ചൂസ് ചെയ്യാം, ഫിക്സഡ് ഡെപ്പോസിറ്റ് ചൂസ് ചെയ്യാം. ദെൻ എനിക്ക് എന്താണ് ഒരു ഫിക്സഡ് എമൗണ്ട് എന്തായാലും റിട്ടേൺ കിട്ടും. അത് വലിയ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്. റിസ്ക് കുറച്ചുകൂടി എടുക്കാൻ പറ്റുമെങ്കിൽ എനിക്കൊരു നെക്സ്റ്റ് ഓപ്ഷൻ എനിക്ക് ചൂസ് ചെയ്യാം. ഹൈ റിസ്ക് ഏറ്റെടുക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് മറ്റൊരു ഓപ്ഷൻ ചൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why is it important to review and adjust investment portfolio periodically? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ പറയുന്നു ടു അവോയ്ഡ് ദ റെഗുലർലി സ്ക്രൂട്ടണി. നമ്മൾ എന്ത് ചെയ്യുക? റെഗുലറായിട്ട് സ്ക്രൂട്ടണി ചെയ്യുന്നത് അവോയ്ഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ അടുത്ത പറയുന്നതാണ് ടു മിനിമൈസ് ടാക്സ് ലയബിലിറ്റി. നമ്മൾ അങ്ങനെ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു പീരിയോഡിക്കലായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ റിവ്യൂ ചെയ്യുകയാണ് എങ്കിൽ അതുവഴി നമുക്ക് എന്താണ് ടാക്സ് ലയബിലിറ്റി മിനിമൈസ് ചെയ്യാമെന്ന് പറയുന്നു. ഓപ്ഷൻ സി പറയുന്നു ടു എൻഷുർ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ അലൈൻഡ് വിത്ത് ചേഞ്ചിങ് ഗോൾസ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് കണ്ടീഷൻ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഗോള് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ അലൈൻ ചെയ്യാൻ, ട്യൂൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു, അല്ലെങ്കിൽ അലൈൻമെന്റ് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പീരിയോഡിക്കൽ റിവ്യൂ ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് കൊണ്ട് പറയുന്നത്. ഓപ്ഷൻ ഡി പറയുന്നു ടു ലോക്ക് ഇൻ ലോസസ്. നഷ്ടത്തിനെ നമുക്ക് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. എന്തായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? The right answer is option C, to ensure investments are aligned with the changing goals and market conditions. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ പീരിയോഡിക്കലായിട്ട് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ, അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ഇറ്റ് ഹെൽപ്പ് ടു എൻഷുർ ഇൻവെസ്റ്റ്മെന്റ്സ് ആർ അലൈൻഡ് വിത്ത് ചേഞ്ചിങ് ഗോൾസ് ആൻഡ് മാർക്കറ്റ് കണ്ടീഷൻസ്. മാർക്കറ്റ് കണ്ടീഷൻസ് മാറുന്നതനുസരിച്ച്, നമ്മുടെ ഗോള് മാറുന്നതനുസരിച്ച് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിനെ നമുക്ക് അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും, വേണമെങ്കിൽ അതിനകത്ത് പുതിയതായിട്ട് ആഡ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നമ്മൾക്ക് ഒരു ബെറ്റർ ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഡൈവേഴ്സിഫൈ യുവർ ഇൻവെസ്റ്റ്മെന്റ്? നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈഡ് ആകുന്നത് കൊണ്ട് ഉള്ള ഇമ്പോർട്ടൻസ് എന്താണ്, അല്ലെങ്കിൽ ഡൈവേഴ്സിഫിക്കേഷന്റെ ഇമ്പോർട്ടൻസ് ഇൻവെസ്റ്റ്മെന്റിൽ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടു ഇംപ്രസ് അതർ ഇൻവെസ്റ്റേഴ്സ്. നമ്മൾ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള ഇൻവെസ്റ്റേഴ്സിനെ ഇംപ്രസ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ് ഓപ്ഷൻ എ പറയുന്നു. ഓപ്ഷൻ ബി പറയുന്നു ടു അവോയ്ഡ് ടാക്സസ് ഓൺ യുവർ ഇൻവെസ്റ്റ്മെന്റ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്മേൽ നമ്മൾ കൊടുക്കുന്ന ടാക്സ് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു ഡൈവേഴ്സിഫൈ ചെയ്യുമ്പോൾ. ഓപ്ഷൻ സി പറയുന്നു ടു സ്പ്രെഡ് ദ റിസ്ക് അക്രോസ് ഡിഫറെന്റ് അസറ്റ് ക്ലാസസ്. നമ്മുടെ ഇൻവെസ്റ്റ്മെന്റിന്മേലുള്ള റിസ്ക് പല അസറ്റ് ക്ലാസ്സിലോട്ട് നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാനായിട്ട് അല്ലെ സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്ന് പറയുന്നു. ഓപ്ഷൻ ഡി പറയുന്നു ടു ഗ്യാരണ്ടി എ സ്പെസിഫിക് റിട്ടേൺ ഓൺ ഈച്ച് ഇൻവെസ്റ്റ്മെന്റ്. ഓരോ ഇൻവെസ്റ്റ്മെന്റിലും നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ള റിട്ടേൺ ഗ്യാരണ്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. സോ അപ്പോൾ എന്തായിരിക്കും റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? Yes, the right answer is option C, to spread the risk across different asset classes. അപ്പോൾ ഡൈവേഴ്സിഫൈഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ് എങ്കിൽ നമുക്ക് ഒരു അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ദെൻ റിസ്ക് ഏറ്റെടുക്കുന്നതിന് പകരം എൻ്റെ പൈസ ഡിഫറെൻ്റ് അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് റിസ്കിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്രെഡ് ചെയ്യാനായിട്ട് സാധിക്കും.
എൻ്റെ 25 ലക്ഷം രൂപ ഉണ്ടായിരുന്നു. ദെൻ 25 lakhs rupees ഞാൻ ലാൻഡിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് മനസ്സിലായത് ലാൻഡിൻ്റെ വില ഇടിഞ്ഞു. അവിടെ സ്ഥലത്തിന് വില ഇടിഞ്ഞു. ഞാൻ മേടിച്ചപ്പോൾ എനിക്ക് ഒരു 2 ലക്ഷം രൂപയ്ക്ക് കിട്ടിയിരുന്ന ലാൻഡിൻ്റെ വില ഇപ്പോൾ 1.5 ലക്ഷം രൂപയായിട്ട് റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സ്ഥലത്തിൻ്റെ വില കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത പൈസ മുഴുവൻ എനിക്ക് റിസ്ക് ആയിട്ട് മാറും. അതേസമയം ഞാൻ ഈ 25 lakhs ഞാനൊരു 5 ഇൻവെസ്റ്റ്മെന്റ് ഓപ്ഷനിൽ 5 ഇൻവെസ്റ്റ്മെന്റിലാണ് ഞാൻ കൊടുത്തിരുന്നതെങ്കിൽ ദെൻ ഒരു സ്ഥലത്ത് ലോസ് സംഭവിച്ചാലും ബാക്കി 4 സ്ഥലത്ത് എനിക്ക് ഫേവറബിൾ റിട്ടേൺ കിട്ടിയേനെ. അല്ലെങ്കിൽ 2 സ്ഥലത്ത് ലോസ് സംഭവിച്ചാലും എനിക്ക് ബാക്കി 3 സ്ഥലത്ത് ഫേവറബിൾ റിട്ടേൺ കിട്ടിയേനെ. അങ്ങനെ എനിക്ക് എൻ്റെ റിസ്കിനെ ഡൈവേഴ്സിഫൈ ചെയ്തുകൊണ്ട് എനിക്ക് ഇൻവെസ്റ്റ്മെന്റ് ബെറ്റർ ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതാണ് റൈറ്റ് ആൻസർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ഇത് ഓപ്ഷൻ സി, ടു സ്പ്രെഡ് ദ റിസ്ക് അക്രോസ് ദ ഡിഫറെന്റ് അസറ്റ്സ് ക്ലാസ്സസ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻവെസ്റ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.